ഇന്ന് പലർക്കും പല തിരക്കാണ്. അപ്പോൾ ഈ തിരക്കാണ് കുറേ പേർക്ക് ജിമ്മുകളിൽ കുറേ ദിവസങ്ങൾ എത്തിപ്പെടാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചില സമയങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന നമ്മൾ വീട്ടിൽ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട്ഡോർ പുറത്ത് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുണ്ട്. എല്ലാ മസിൽസിനും വേണ്ട ഓരോ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഫ്രീ ആയിട്ട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ആയി ചെയ്യുന്ന വർക്കൗട്ടിൽ എങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് എക്സസൈസാണ് പുഷപ്പാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പുഷപ്പ്. അപ്പോൾ പുഷപ്പ് ചിലർക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് രീതിയും കാണിച്ചു തരാം കേട്ടോ. ഉച്ചത്തെ നോർമൽ പുഷപ്പാണ്. കൈ രണ്ട് ഷോൾഡർ ലെവൽ വൈഡാക്കി വയ്ക്കുക, കാല് ഒരുപോലെ കുറച്ച് വൈഡാക്കുക, താഴെ പൊങ്ങുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, 15 പ്രാവശ്യം വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യാം. അങ്ങനെ പുഷപ്പ് പോയില്ലെങ്കിൽ മുട്ട് കുത്തുക, ബോഡി വെയിറ്റിനെ മൊത്തം മുട്ടിലാക്കുക, കാലിനെ മടക്കി കൊടുക്കുക, താഴെ പൊങ്ങുക. അപ്പോൾ നമുക്ക് ചെസ്റ്റ് നല്ല രീതിയിൽ വർക്കൗട്ടായി, ചെസ്റ്റിന് വർക്കൗട്ടായി കേട്ടോ. ഇതുണ്ട് ട്രൈസിന്റെ ഭാഗത്തിനാണ്, ട്രൈസിന്റെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡയമണ്ട് പുഷപ്പ് പറയും. നമ്മൾ ഈ കൈ ഉണ്ടാവും, ഈ ലെവലിൽ ഇങ്ങനെ പിടിക്കുക, ഈ ലെവലിൽ പിടിച്ചിട്ട് കൈ നിലത്ത് ഇങ്ങനെ വെക്കുക. കൈ നിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കൈ ഉണ്ടാവും കറക്റ്റ് ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുക, എന്നിട്ട് താഴെ പൊങ്ങുക, താഴെ പൊങ്ങുക. അപ്പോൾ ട്രൈസിന്റെ ഭാഗത്ത് നല്ല കിട്ടും. ഇത് ചിലർക്ക് പോവില്ല, ഇങ്ങനെ മുട്ടി കുത്തി കുടിക്കുക, അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈസ് നല്ല ഫോക്കസ്, നല്ല രീതിയിൽ പമ്പ് കിട്ടും കേട്ടോ. മൂന്നാമത്തെ ആൾക്കൂടെ ഷോൾഡർ ഉണ്ട്, ഈ ഷോൾഡർ മസിൽ കേട്ടോ. നമ്മൾ കൈ ഷോൾഡർ ലെവലിൽ വെക്കുക, കാര്യം ഉണ്ടാവും ഇങ്ങനെ പതിച്ച് വയ്ക്കുക, ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ താഴത്ത് പിടിക്കുക, കണ്ട 1 2 3. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ ഈ ഷോൾഡറിന്റെ ഭാഗത്തുള്ള വർക്കൗട്ടായി. അപ്പോൾ ഷോൾഡർ ദിവസം ഇത് വർക്കൗട്ട് ചെയ്താൽ കേട്ടോ. അത് നമ്മുടെ ലെഗ് മസിൽ കേട്ടോ. കൈ രണ്ടിങ്ങനെ പിടിക്കുക, കാല് നമ്മുടെ ഷോൾഡർ താഴെ തന്നെ വയ്ക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് ഇരിക്കുക, പൊങ്ങുക, ഫുള്ള് ഇരിക്കുക, പൊങ്ങുക. ഇത് ഇരണം വെച്ച് 4 റൗണ്ട് ചെയ്യുക കേട്ടോ. സെക്കൻഡ് ഹാർട്ടായ നമ്മുടെ കാഫ് മസിൽ, അതുപോലെ തന്നെ നമ്മൾ നിൽക്കുക, കൈ രണ്ടിങ്ങനെ പിടിക്കുക, മുകളിലേക്ക് പോകുക, താഴെ കിടക്കുക, മുകളിലേക്ക് പോകുക, താഴെ. അപ്പോൾ നമുക്ക് എന്താ കാഫ് വർക്കൗട്ടും കിട്ടി. അപ്പോൾ നമ്മളുണ്ട ബാക്ക് നമ്മുടെ ഈ വിൻസിന്റെ ഈ ഭാഗത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുള്ളപ്പിന്റെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റാക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാടി പിടിക്കുക, കണ്ടോ, ഇതുണ്ടോ, മുകളിലേക്ക് പോകുക, താഴെ, മുകളിലേക്ക് പോകുക, താഴെ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഈ പുള്ളപ്പ് നല്ല രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ബാക്ക് എല്ലാം വർക്കൗട്ട് ആവും കേട്ടോ. ആ സൈഡ് നമ്മൾ വയറിന്, അപ്പോൾ ലെഗായി, ചെസ്റ്റ്, ഷോൾഡർ വേണ്ടപ്പെട്ട മസിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വയറിന് അതുപോലെ നമ്മൾ കടക്കുക, എന്ത് ചെയ്യുക, ഫുള്ളായി കടന്ന ശേഷം എന്ത് ചെയ്യുക, കാലിൻ്റെ ഈ കൈപ്പത്തി കാലിൻ്റെ പത്തി ഒരുമിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ വയറിൻ്റെ അടിവയർ മോൾ ഭാഗം കറക്റ്റ് കിട്ടുന്നുണ്ടോ. കിടക്കുക, 1 2 3. അപ്പോൾ നമുക്ക് എന്താ മോൾവയർ അടിവയർ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഈ വർക്കൗട്ടിൽ ചെയ്താണല്ലോ ചെസ്റ്റിന് കിട്ടി, ഷോൾഡർ കിട്ടി, ബൈസെപ്സ് കിട്ടി, ബാക്കിന് കിട്ടി. അപ്പോൾ ഈ കളിയിലൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മിനിമം എല്ലാ ഭാഗത്തിനും ജിമ്മിന് പോകാത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. ഇനി നമുക്ക് വേണ്ട വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.